അനുഭവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊത്തത്തിൽ അവർ അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് ഭാഗികമാണെന്ന് പറയാം നമുക്ക് ആ അർത്ഥത്തിൽ. ഇനിയുള്ള കാലത്ത് ഒരു പക്ഷേ ഇത് വിധി വന്നില്ലായിരുന്നുവെങ്കിൽ സർക്കാരിന്റെ ഇളവുകളൊക്കെ തേടി കൂളായിട്ട് പ്രതികൾ പോകുമായിരുന്നു. ഇനിയുള്ള 20 വർഷം എന്നൊക്കെ പറയുമ്പോൾ ആ ശിക്ഷ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ അതാണ് ശിക്ഷ, അതാണ് നീതിയുടെ ആ ഒരു കിരണം. ബാലൻസ് ചെയ്തു വധശിക്ഷ എന്നുള്ള അതിലേക്ക് പോയിട്ടുമില്ല. എന്നാൽ നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ പ്രതികൾ അർഹരുമല്ല, അല്ലേ? തീർച്ചയായിട്ടും ഈ വികസിത രാജ്യങ്ങളിൽ ഇതുകൊണ്ടാണ് വധശിക്ഷ നിർത്തലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഫ്രാൻസിൽ വധശിക്ഷയില്ല, ജർമ്മനിൽ വധശിക്ഷയില്ല, യൂറോപ്യൻ യൂണിയനിൽ ഒരു സ്ഥലത്ത് വധശിക്ഷയില്ല എന്ന് നമ്മുടെ ഇവിടെ ചില പൂങ്കവന്മാർ പറയുമല്ലോ. മനുഷ്യാവകാശ പ്രവർത്തനത്തിൻ്റെ ആട്ടുംതോലിട്ട് കിടക്കുന്ന കുറേ ചെന്നായ്ക്കളുണ്ട്. ഇവർ മിക്കവാറും എല്ലാം തന്നെ മാർക്സിസ്റ്റുകാരോ അല്ലെങ്കിൽ ഈ ജിഹാദി ഗ്രൂപ്പുകാരോ ആയിരിക്കും. അവരാണ് ഈ മനുഷ്യാവകാശത്തിൻ്റെ മേലങ്കിട്ട് കിടക്കുന്നത്. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഈ ബോംബ് വെച്ച് കൊല്ലുന്ന ആളുകളെ ന്യായീകരിക്കാൻ വേണ്ടി, അവർ തൂക്കിക്കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ടൈഗർ മേമനെ, നമ്മുടെ യാക്കൂബ് മേമൻ തൂക്കിക്കൊല്ലാൻ വന്നപ്പോൾ ഇവിടെ എന്തൊരു വലിയ മനുഷ്യാവകാശത്തിൻ്റെ വേലിയേറ്റം ഉണ്ടായെന്ന് ഓർമ്മയില്ല. കാരണം എന്താ, ഒറ്റ പൊട്ടിക്കലിൽ 163 പേരെ പരലോകത്തേക്ക് വിട്ട ആളാണ് മേമൻ. അയാളെ തൂക്കിക്കൊന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് നീതിയുടെ താല്പര്യങ്ങൾക്ക് ഒരു വിലയില്ല. CPM എന്തുകൊണ്ടാണ് വധശിക്ഷ എതിർക്കാൻ തുടങ്ങിയത്? ഈ TP കേസിന് ശേഷമാണ്, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകനെ വിദ്യാർത്ഥികളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊന്ന കേസിന് ശേഷമാണ്. അതിനുമുമ്പ് CPMന് യാതൊരു എതിർപ്പുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം എതിർപ്പുണ്ടായത് ഇതുകൊണ്ടാണ്. ധനഞ്ജയ് ചാറ്റർജിയെ തൂക്കാൻ പിടിച്ചപ്പോൾ, അയാളെ തൂക്കിക്കൊല്ലാൻ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് മറന്നുപോയപ്പോൾ അന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭാര്യ അടക്കമുള്ളവരാണ് കൽക്കട്ടയിൽ തെരുവുകളിൽ സമരം നടത്തിയത്. ഇയാളെ ഇമ്മീഡിയറ്റ് ആയിട്ട് തൂക്കിക്കൊല്ലണം. കാരണം ചാറ്റർജിക്ക് ഏതെങ്കിലും സമുദായത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അയാൾ തൂക്കിയത്. അങ്ങനെ ഇത് രാഷ്ട്രീയവും സാമുദായികവുമായ കാരണങ്ങളാലാണ് ചില ആളുകൾ വധശിക്ഷ എതിർക്കുന്നത്. ഞാൻ പറയാൻ വന്നത് ഫ്രാൻസിലെ ജർമ്മനിലെ കാര്യമാണ്. അവിടെ വധശിക്ഷയില്ല, പക്ഷേ ഒരിക്കൽ ജയിലിൽ പോയാൽ പിന്നെ അവൻ സൂര്യപ്രകാശം കാണുകയില്ല, മരണപര്യന്തം കഠിനമാണ്, അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയാണ്. ഈ വക കുറ്റങ്ങൾക്ക് ഭയങ്കരമായ ശിക്ഷയാണ് അമേരിക്കയിൽ. താങ്കൾ നേരത്തെ നമ്മൾ സംസാരിച്ചു വന്നതിലെ ഒരു അത് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്ന് പ്രതികളിൽ ഒരാളായ ഷാഫിയുടെ വീട്ടിൽ ഈ വിവാഹാശംസ നേരാൻ പോയതിൽ അന്ന് തെറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ ഷംസീർ ഒരു വാചകം കൂടി പറഞ്ഞിരുന്നു. അതായത് ജയിൽ എന്നത് ഒരു റിഫോർമേഷൻ സെൻ്റർ ആണെന്നും അവിടെ നിന്നും ഒരാൾ വിവാഹം കഴിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ നന്നാവാൻ ശ്രമിക്കുന്നു എന്നതാണ് അത് നൽകുന്ന സന്ദേശമെന്നും ഇന്നത്തെ സ്പീക്കർ എന്ന് പറഞ്ഞിരുന്നു ശ്രീ ജയശങ്കർ. പറഞ്ഞതേ ഉള്ളൂ. അല്ല, അദ്ദേഹം അത് പറയണമല്ലോ. അദ്ദേഹത്തിന് അത് പറഞ്ഞില്ലേ മതിയാവുള്ളൂ. അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തെ നിയമസഭാംഗമായിട്ട് തിരഞ്ഞെടുത്തും അദ്ദേഹത്തെ സ്പീക്കറാക്കിയത് അതുകൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴൊരു മാറ്റം വരാൻ യാതൊരു സാധ്യതയില്ല. ഇവർ കുറ്റക്കാരാണ്. ഇത്ര പൈശാചികമായ കൊലപാതകം നടത്തിയ ആൾ കല്യാണം കഴിക്കണമെന്ന് ഞാൻ എതിര് പറഞ്ഞല്ല. അതിൽ ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികൾ, MLA മാർ അല്ലെങ്കിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നു. ഇപ്പോൾ കുഞ്ഞനന്തൻ ഒരു പുണ്യവാനാണെന്ന് ഇപ്പോഴും പാർട്ടിക്കാർ പറയുന്നുണ്ട്. ഉറുമ്പിനെ പോലും തോന്നിക്കാത്ത ആളാണ് കുഞ്ഞനന്തൻ. കുഞ്ഞനന്തനും ഇന്നിപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഈ ശിക്ഷാവിധി അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടത് മരിച്ചതുകൊണ്ട് മാത്രമാണ്. ഈ കുഞ്ഞനന്തനെ വിശുദ്ധനാക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട്. വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രമാണ് കുഞ്ഞനന്തൻ എന്ന് പറയുന്നവർ വിപ്ലവ പ്രസ്ഥാനത്തിൽ തന്നെ പഠിക്കുകയല്ലേ. ഈ നമ്മുടെ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ വർഗ്ഗശത്രുവൊന്നുമല്ലോ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. മാർക്സിസം ലെനിനിസം അടിസ്ഥാന പ്രമാണമായി അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം തന്നെ ഈ CPMൻ്റെ ഭാഗമായിട്ട് എത്ര കൊല്ലം പ്രവർത്തിച്ച ആളാണ്. ഈ കൊല്ലപ്പെട്ട ആൾ കോൺഗ്രസ്സുകാരനല്ല, RSSകാരനല്ല, അല്ലെങ്കിൽ അടയാളപ്പെടുത്തുമ്പോൾ തന്നെ ഇതിന്റെ പൊളിറ്റിക്കൽ വശം, രാഷ്ട്രീയ വശം എങ്ങനെ നമ്മൾ ഒന്ന് സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ടി വരും. കാരണം 12 വർഷത്തിന് ശേഷം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന കോണ്ടസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. വടകര പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള സ്വാധീനങ്ങൾ, പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഉണ്ടായിട്ടുള്ള സ്വാധീനങ്ങളൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോൾ വീണ്ടും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പ് കാലത്താണ്. അതെങ്ങനെ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, TPയുടെ ജീവിതവും മരണവും വടകരയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നിർണായകമായ വിധം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ആവേശമില്ലാതെ വളരെ നിസ്സംഗമായിട്ട് ഈ വിഷയത്തെ അഭിസംബോധന സംസാരിക്കുക. 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ TP ചന്ദ്രശേഖരൻ വടകര മത്സരിച്ചു. അദ്ദേഹം കുറച്ച് വോട്ടുകൾ ഭിന്നിപ്പിച്ചേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഉണ്ടാക്കിയ ഒരു ഓളം, അവിടെ ഉണ്ടാക്കിയ ഒരു ആഘാതം അവിടെ സഖാവ് സതീദേവിയുടെ പരാജയത്തിൽ കലാശിച്ചു. അതിൻ്റെ വിലയാണ് അദ്ദേഹം കൊടുക്കേണ്ടി വന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ കൊല ചെയ്യാനായിട്ട് ഈ ധീര വിപ്ലവകാരികൾ തീരുമാനിക്കുന്നത്. അവർക്ക് ഇന്ധനം കൊടുത്ത്, അവർക്ക് പണം കൊടുത്ത്, വാഹനം കൊടുത്ത്, മാരകായുധം കൊടുത്ത് വിട്ട ആളുകൾ, പാർട്ടിയുടെ സമുന്നത നേതാക്കൾ, കണ്ണൂർ ജില്ലയിലുള്ള നേതാക്കൾ. ഈ സംഭവം നടന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അങ്ങനെ കണ്ണൂരിൽ നിന്ന് വിപ്ലവകാരികൾക്ക് കോഴിക്കോട് ജില്ലയിൽ വന്ന് കൊലപാതകം നടത്തണമെങ്കിൽ 2 ജില്ലാ കമ്മിറ്റികളുടെ അറിവോ അനുവാദമോ ആശീർവാദമോ ആവശ്യമാണ്. അങ്ങനെ കൊല ചെയ്യുന്നു. അതും
നെയ്യാറ്റിൻകരയിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മാർക്സിസ്റ്റുകാരനായ MLA ആദ്യമായിട്ട് കൂറുമാറി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സന്ദർഭത്തിൽ ആണ് ഈ കൊലപാതകം നടന്നത്. അപ്പം നെയ്യാറ്റിൻകരയിൽ തോറ്റാലും കുഴപ്പമില്ല, ചന്ദ്രശേഖരനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വകവരുത്തണം എന്ന അത്രയും വലിയ രക്തദാഹികളായിരുന്നു അന്ന് ഈ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ പാർട്ടിയെ നയിച്ചിരുന്നത്. അങ്ങനെ കൊലപാതകം നടക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നു. വടകര പാർലമെൻറ്റ് സീറ്റിൽ വീണ്ടും ആ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു. അന്ന് തോറ്റത് ഈ ഷംസീർ തന്നെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ ആവർത്തിക്കുന്നു. കെ മുരളീധരനെതിരായിട്ട് ജയരാജൻ, ഈ കൊലപാതകമായിട്ട് നേരിട്ട് ബന്ധമുണ്ടെന്ന് സകല ആൾക്കാരും സംശയിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ജയരാജൻ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് ഒതുക്കുന്നു. അന്ന് സ്ഥാനാർത്ഥിയായിട്ട് പോയ മുരളീധരൻ പറഞ്ഞു, മുരളീധരൻ പലതവണ തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട്. മുരളീധരൻ തിരിച്ചടിച്ചാൽ എന്താണെന്ന് ഓർമ്മയില്ലേ? ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്, പക്ഷേ ഞാൻ കാരണം ആരുടെയും കെട്ടുതാലി പോയിട്ടില്ല എന്നാണ്. അതിനേക്കാൾ നല്ല മറുപടിയോടെ കൊടുക്കാനുണ്ടോ? കാരണം നിരവധി സ്ത്രീകളുടെ കെട്ടുതാലി അപഹരിച്ചവനാണ് ഈ ജയരാജൻ. അയാളാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ മുരളീധരൻ മത്സരിക്കുന്നത്, മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് വെച്ചാൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പാണ്. അങ്ങനെയാണ് അത് ചിത്രീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അല്ലെങ്കിൽ വടകര എന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ്, ഏറ്റവും അധികം CPM-കാരുള്ള സ്ഥലമാണ്. CPM-ൻ്റെ ഏറ്റവും ഉറച്ച മണ്ഡലം കേരളത്തിൽ 20-ൽ ഒന്നാമത്തെ സീറ്റ് വടകരയാണ്. അത് കഴിഞ്ഞ് കോഴിക്കോടാണ്, അത് കഴിഞ്ഞ് കാസർഗോഡ്, അത് കഴിഞ്ഞ് പാലക്കാട്, അത് കഴിഞ്ഞ് ആലത്തൂർ, അങ്ങനെ പോകുന്നു. അങ്ങനെയുള്ള വടകര സീറ്റിൽ CPM-കാരെ ഏറ്റവും അധികമുള്ള മണ്ഡലത്തിൽ സമുന്നത നേതാവ്, അതുവരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. ജയരാജൻ മത്സരിക്കുന്നു. ആ ജയരാജനെ അവിടെ ആളുകൾ കാണുന്നത് ഡ്രാക്കുളയുടെ ഒരു പുനരവതാരമായിട്ടാണ്, രക്തദാഹിയായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അത് തന്നെ അവിടെ സംഭവിച്ചു. അവിടെ CPM-കാർ വോട്ട് മാറ്റി ചെയ്തുകൊണ്ടാണ് ജയരാജൻ തോറ്റത്, അല്ലാതെ കോൺഗ്രസിൻ്റെ ശക്തി കൊണ്ടല്ല. കോൺഗ്രസ്സുകാരും ലീഗുകാരും RMP-കാരൊക്കെ അവരാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ജയരാജനെ തോൽപ്പിച്ചത് പി മോഹനനെ ഇതിലേക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു ആശ്വാസമാണ്. അവിടെ അതുകൊണ്ടാണ് ഉപരിക്കോടതിയിൽ പരമോന്നത കോടതിയിലേക്ക് KK രമ പോകുമെന്നും അറിയിച്ചിട്ടുള്ളത്. ഈ കേസിൽ, ഈ സംഭവത്തിൽ TPക്ക് പൂർണ്ണനീതി ലഭിച്ചു എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ അത് എങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും, ശ്രീ ജയശങ്കർ? ഈ വക കേസുകളൊന്നും പൂർണ്ണനീതി ഒന്നും ലഭിക്കുകയില്ല. അത് നമ്മൾ അങ്ങനെയൊക്കെ വ്യാമോഹിക്കുന്നത് ശരിയല്ല. ഇന്ത്യ കണ്ട ഏറ്റവും ശക്തയായ ഭരണാധികാരിയായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി, അല്ലെന്ന അഭിപ്രായമുണ്ട്. ഇന്ദിരാഗാന്ധിയെ കൊന്ന കേസിൽ ചെറിയ ആസൂത്രണം അല്ലെങ്കിൽ ചെറിയ ഗൂഢാലോചനയല്ലോ നടന്നിട്ടുള്ളത്. അങ്ങനെ ചെറിയ ആളുകൾക്ക് ചെറുതായിട്ട് നടത്താൻ പറ്റിയ ഒരു കൊലപാതകവും വരുന്നില്ല. എന്നിട്ട് എത്ര പേരാണ് വിചാരണ നേരിട്ടത്? വിചാരണ നേരിടുന്ന സമയത്ത് 4 പ്രതികളാണ്. ഒരാൾ അതിന് മുമ്പ് തന്നെ കൊലയപ്പെട്ടിരുന്നു, ബിയാൻ സിംഗ്. പിന്നെ സത്വൻ സിംഗ്, കെഹാർ സിംഗ്, ബൽബീർ സിംഗ്, ഇങ്ങനെ 4 സർദാർജിമാരാണ് പ്രതിപ്പട്ടികയുടെ. വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബിയാൻ സിംഗ് കൊലയപ്പെട്ടു. 3 പേർക്കും വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ സുപ്രീം കോടതി ബൽബീർ സിംഗിനെ വെറുതെ വിട്ടു. കെഹാർ സിംഗിനെയും സത്വന്ത് സിംഗിനെയും തൂക്കിക്കൊന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 4 സർദാർജിമാരെ വിചാരിച്ചാൽ ഇന്ദിരാഗാന്ധിയെ കൊല്ലാൻ പറ്റുന്നുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് പൂർണ്ണ നീതി കിട്ടി എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? എനിക്ക് അഭിപ്രായമില്ല. ഇന്ദിരാഗാന്ധിയെ കൊന്നതിൻ്റെ പുറകിൽ വലിയ ആസൂത്രണം ഉണ്ടായിരുന്നു, ഗൂഢാലോചന ഉണ്ടായിരുന്നു, മുന്നൊരുക്കം ഉണ്ടായിരുന്നു, ഒരുപാട് പണത്തിൻ്റെ സ്വാധീനമുണ്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിചാരണ നേരിടുമ്പോഴത്തേക്ക് 3 പ്രതികളുള്ളൂ. അതിൽ ശിക്ഷ കിട്ടിയത് 2 പേർക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ എല്ലാ കേസിലും സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിധി വരുമ്പോഴുള്ള ദിവസത്തിന്റെ പ്രത്യേകത, ശ്രീ ജയശങ്കർ, CPM-ന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ദിവസമാണ് ഈ വിധി വരുന്നതും അരമണിക്കൂർ വ്യത്യാസത്തിലാണ്. വടകരയെ തന്നെ നമ്മളൊന്ന് കേന്ദ്രീകരിച്ച് നോക്കിയ ശക്തയായ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരത്തിനായി CPM ഇറക്കുന്നത്. മുൻ മന്ത്രി KK ശൈലജ, MLA ആയിട്ടുള്ള KK ശൈലജ. അവിടെ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചോളം ഇടയ്ക്ക് ഈ കുഞ്ഞനന്ദൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വൈകാരികമായ ഒരു പോസ്റ്റ് ഇട്ട ഒരു വ്യക്തി കൂടിയാണ്. വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിൻ്റെയൊക്കെ അനുരണനങ്ങൾ 12 കൊല്ലത്തിനിപ്പുറം ഈ മണ്ഡലത്തിൽ എങ്ങനെ സ്വാധീനിക്കപ്പെടുമെന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാൽ അത് നമ്മൾ മാക്ബത്ത് നാടകം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതിൽ മാക്ബത്ത് മുൻകൈ എടുത്ത് കൊല ചെയ്യുന്ന അതിലൊരു പ്രധാന കഥാപാത്രമാണ് കിങ് ഡങ്കൻ രാജാവ്. ആ ഡങ്കൻ രാജാവിൻ്റെ രക്തം അതിന് ശേഷവും, അയാൾ മരിച്ചതിന് ശേഷവും, കൊല ചെയ്യപ്പെട്ടതിന് ശേഷവും ഈ കൊലയാളികളെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. ഇവിടെ TPയുടെ രക്തം നീതിക്ക് വേണ്ടി ദാഹിക്കുകയാണ്. അത് CPM-ലെ ശൈലജ ടീച്ചറെ മാത്രമല്ല, ഒരുപാട് നേതാക്കൾ ഇനി വളരെ കാലം വേട്ടയാടും. അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ഉള്ളൊരു വലിയ തിരിച്ചടിയാണ് രാഷ്ട്രീയമായിട്ടും, അതായത് നീതിന്യായപരമായിട്ടും ഇന്നത്തെ വിധി. രക്തക്കറ അത് വീണ്ടും ഉള്ളിലൂടെ, ഓർമ്മയിലൂടെ ഒഞ്ചിയത്തുകാരുടെ ഇടയിലേക്ക് വരും, അത് വ്യാപിക്കും മണ്ഡലത്തിൽ എന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും. ഞാനതാ പറഞ്ഞത്, ഡങ്കൻ്റെ രക്തം മാക്ബത്തിന് എന്ന പോലെ ഇപ്പോൾ കേരളം ഭരിക്കുന്ന ആളുകളെ ഈ
TPയുടെ രക്തസാക്ഷിത്വം വേട്ടയാടുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. ഈ ജ്യോതി ബാബുവും KK കൃഷ്ണനുമാണ് പ്രധാനപ്പെട്ട പ്രതികളായി ഏറ്റവും ഒടുവിൽ 10-12 പ്രതികളായി ആഡ് ചെയ്യപ്പെട്ടത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ ഈ പാർട്ടിക്കാർ ഇതിൽ ഉൾപ്പെട്ടവർക്കെതിരെ ഒരു നടപടിയും വന്നിട്ടില്ല. ഓർക്കണം, ഇവർ രണ്ടുപേരും ഉന്നത സ്ഥാനത്തിരുന്നാണ്. ഒരാൾ ലോക്കൽ കമ്മിറ്റി ആയിരുന്നു, ഒരാൾ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു കൊലപാതക സമയത്ത്, അല്ലെങ്കിൽ നോക്കുമ്പോൾ സജീവ പാർട്ടി പ്രവർത്തകരായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ രണ്ടുപേർക്കും ഇന്ന് ജീവപര്യന്തത്തിന്റെ പരിധിയിലേക്കാണ് അവരും വരുന്നത്. പാർട്ടിയെ സംബന്ധിച്ചോളം അതുകൂടി ചേർത്ത് വായിച്ചാൽ അല്ല, ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്നുള്ളത് പാർട്ടിയുടെ സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അങ്ങനെ പാർട്ടിയുടെ ചില സമുന്നത നേതാക്കളും അല്ലാതെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? തലക്ക് വെളിവുള്ള ആരെങ്കിലും വിശ്വസിക്കും? അരിയാഹാരം കഴിക്കുന്ന ഒരു റിപ്പോർട്ട് മൂക്ക് കിഴിപ്പോട്ടുള്ള ആരെങ്കിലും വിശ്വസിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ആയിരുന്നെങ്കിൽ കൊടിസൂരിക്കോ ട്രൗസർ മനോജിനോ TP ചന്ദ്രശേഖരനായിട്ട് മുൻപരിചയമെങ്കിലും ഉണ്ടായിരിക്കണം, ഇല്ലേ? മുൻ വൈരാഗ്യം ഉണ്ടായിരിക്കണം. അവർക്ക് ഈ മരിച്ചുപോയ ആളെ നേരത്തെ യാതൊരു പരിചയമില്ല. അങ്ങനെ ഒരു പരിചയമില്ലാത്ത ആളെ കണ്ണൂരിൽ നിന്ന് വാഹനമെടുത്ത്, ഇല്ലേ, മാഷാ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഒരു കാറിൽ ഒഞ്ചിയത്ത് വന്ന് വെട്ടിക്കൊള്ളണമെങ്കിൽ അതിന് എന്തെങ്കിലും ചേതോവികാരം ഉണ്ടാവട്ടെ. ആരായിരിക്കും അവരെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ച് പോട്ടെ? ഇന്നടക്കം ഈ കേസിൽ വാദം നടത്തി കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന ക്രിമിനൽ വക്കീൽമാരാണ്. അവർക്ക് ആരാ ഫീസ് കൊടുത്തത്? അത് വായപ്പടച്ച റഫീഖിൻ്റെ വീട്ടുകാരാണോ? മുഹമ്മദ് ഷാഫിയുടെ കുടുംബാംഗങ്ങളാണോ? ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് കോടതിയിൽ പറയുന്ന കൊടിസൂരിയുടെ കുടുംബക്കാരാണോ? അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാരാണോ? അല്ലല്ലോ. അതിൻ്റെ മുഴുവൻ ചെലവും വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞ ധീര വിപ്ലവ പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ അല്ലാന്ന് പറട്ടെ. ഇതിൻ്റെ വാദം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എത്ര പേരാണ് ഇത് ഓൺലൈനായിട്ട് വീക്ഷിച്ചിരുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് പരിശോധിച്ച് നോക്ക്, എന്നിട്ട് എന്നോട് പറയും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് ഇതിൻ്റെ വാദം മൊത്തം സംഗതികളെ നിയന്ത്രിച്ചിരുന്നതല്ല, അത് നിരീക്ഷിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സജീവമായിട്ട് ചർച്ചകളിൽ ഈ വിഷയവുമായി ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരത്തേക്കൊക്കെ വന്നിട്ടുള്ള സക്സസ് മെസ്സേജിനെ പോലെയൊക്കെ ഒരുപാട് കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പുറം ലോകം കണ്ടില്ല. ഒരു പരിധി നിശ്ചയിക്കപ്പെട്ട അവിടെ അവസാനിപ്പിക്കപ്പെട്ടു പ്രതിപട്ടിക എന്നാണ് മനസ്സിലാക്കേണ്ടത്. KK രമ ഇനിയും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നു. അവിടെയൊക്കെ എന്തായിരിക്കാം സംഭവിക്കാൻ സാധ്യത, KK രമയുടെ പ്രതീക്ഷകൾ അതുകൂടി. അല്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ പോരാട്ടത്തിൻ്റെ സാധ്യത എനിക്ക് തോന്നുന്നില്ല. കാരണം കൺകറന്റ് ഫൈൻഡിംഗ് ആണ്. വിചാരണ കോടതി ഒരു ഫൈൻഡിങ്ങിലെത്തി. ഏറെക്കുറെ അതേ ഫൈൻഡിങ് തന്നെയാണ് ഹൈക്കോടതി എത്തിച്ചേർന്നത്. ഹൈക്കോടതി ചില ഘട്ടങ്ങളിൽ മാത്രം, ഇപ്പോൾ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് കുറച്ചുകൂടി വിചാരണ കോടതി നിയമപരമായ ഒരു തെറ്റ് വരുത്തി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇടപെട്ടത്. അതുകൊണ്ടാണ് ഈ രണ്ടുപേർക്ക് പുതിയതായിട്ട് ശിക്ഷ കിട്ടിയത്. ബാക്കി എല്ലാ പ്രതികളെ സംബന്ധിച്ചിടത്തോളം കീഴ്ക്കോടതി വിധി അതേപടി ശരിവെക്കേണ്ടത് ഫൈൻഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അവർക്ക് കൂടുതൽ ശിക്ഷ അവർ അർഹിക്കുന്നു എന്ന കാരണത്താലാണ് ഇപ്പോൾ കൂടിയ ശിക്ഷ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, കൊടുത്ത ശിക്ഷ ഇവർ വളരെ വിജയകരമായിട്ട് അതിനെ അതിജീവിച്ചു. അല്ലെങ്കിൽ ഈ ശിക്ഷാവിധി ഉള്ളപ്പോൾ തന്നെ ഇവർ യോഗ്യന്മാരായിട്ട് ജയിലിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ജയിലിനകത്ത് അടിപിടി ഉണ്ടാക്കുകയും ഇവർ ജയിലർമാരെ തന്നെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ. നമ്മളിതൊക്കെ പലതവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇരിക്കുന്ന സമയത്ത് തന്നെ അവർ ഗുണ്ടായിസം ജയിലിൽ തുടങ്ങിയിരുന്നു. ചെന്നിത്തലയുടെ കാലത്ത് തുടർന്നു. പിന്നെ ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അവരുടെ പത്തി ഒന്നും കൂടി ഉയർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് കാലത്തും ഇവർ ജയിലിൽ ഒരുപാട് സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കോടതി ശിക്ഷ വർദ്ധിപ്പിച്ചത്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുകൊണ്ട് ഇനിയിപ്പോൾ സുപ്രീം കോടതി പോയാലും ഇതിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഇവരെ പോലുള്ള യോഗ്യന്മാരെ ഈ രീതിയിലല്ലാതെ വേറൊരു തരത്തിലും നമുക്ക് സൽക്കരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ തീരുമാനിച്ചത്.